സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സസ്പെൻഷനിലായ കോഴിക്കോട് ട്രാഫിക് ACP സുരേഷ് ബാബുവിന്റെ ഭാര്യ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി. തൃശൂർ സ്വദേശി നുസ്രത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് ഇതുവരെ 14 തട്ടിപ്പ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തട്ടിപ്പ് കേസിൽ നുസ്രത്ത് ഒളിവിൽ കഴിയുമ്പോഴായിരുന്നു ഇരുവരുടെയും വിവാഹം. മലപ്പുറം, കോഴിക്കോട്, കൊല്ലം, തൃശൂർ ജില്ലകളിലായി കോടികളുടെ തട്ടിപ്പാണ് ACP സുരേഷ് ബാബുവും ഭാര്യ നുസ്രത്തും ചേർന്ന് നടത്തിയത്. തട്ടിപ്പിന് ഇരയായവരുടെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 14 കേസുകളിലും നുസ്രത്ത് പ്രതിയാണ്. സുരേഷ് ബാബുവിന്റെ അധികാരമുപയോഗിച്ച് കേസുകളും ബാങ്ക് ലോണുകളും സെറ്റിൽമെന്റ് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്താണ് നുസ്രത്തിന്റെ തട്ടിപ്പ്. കൊല്ലത്തെ വ്യവസായിയിൽ നിന്ന് 2.5 കോടി രൂപ തട്ടിപ്പ് നടത്തിയതാണ് ഇരുവരുടെയും പേരിലുള്ള ഒടുവിലത്തെ കേസ്. ഈ കേസിൽ 2ാം പ്രതിയായതോടെയാണ് സുരേഷ് ബാബു സസ്പെൻഷനിലായത്. നേരത്തെ കോഴിക്കോട് DYSP ആയിരിക്കെ സമാനമായ തട്ടിപ്പ് കേസിലും സുരേഷ് ബാബു നടപടി നേരിട്ടിട്ടുണ്ട്. 2023-ൽ സുരേഷ് ബാബു തൃശൂരിൽ സഹകരണ വിജിലൻസ് DYSP ആയിരിക്കെയായിരുന്നു ഇരുവരുടെയും വിവാഹം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നുസ്രത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു വിവാഹം നടന്നത്. വിവാഹത്തിന് പിന്നാലെ കേസിൽ നുസ്രത്ത് അറസ്റ്റിലാവുകയും ചെയ്തു. നിലവിൽ കൊല്ലം സ്വദേശി നൽകിയ പരാതിയിൽ ഇരുവരുടെയും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വൈകുകയാണ്. പരാതികളും തെളിവുകളും ഉണ്ടായിരുന്നിട്ടും സുരേഷ് ബാബുവിനെതിരെ ശക്തമായ നടപടിയില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. റാഫി കരീം, 24, കൊച്ചി.